നോക്കൂ, ആ ഗാഗുൽത്ത മലയിൽ നിങ്ങൾക്കായി വിരിക്കപ്പെട്ട സ്നേഹത്തിന്റെ ബലിപീഠം. അവിടെയാണ് ലോകത്തിന്റെ പാപങ്ങൾ കഴുകപ്പെട്ടത്. ഈ 50 ദിവസത്തെ നോമ്പ് വെറുമൊരു ഉപവാസമല്ല, അത് എൻ്റെ സ്നേഹത്തിലേക്കുള്ള നിങ്ങളുടെ മടക്കയാത്രയാണ്. അന്ന് എൻ്റെ വലത്തുമിടത്തും 2 മനുഷ്യരുണ്ടായിരുന്നു. അവരിൽ ഒരാൾ എന്നെ തിരിച്ചറിഞ്ഞു. നീയും എന്നെ തിരിച്ചറിയുന്നുണ്ടോ? ക്രൂശിതനായ ഞാൻ ഇന്നും നിങ്ങളുടെ കൂടെയുണ്ട്. എൻ്റെ മുറിവുകൾ നിങ്ങളെ ഭേദമാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. മരണത്തിന് എന്നെ തളച്ചിടാനാവില്ല. ഈ നോമ്പുകാലം പുനരുത്ഥാനത്തിൻ്റെ വലിയ പ്രത്യാശ നിങ്ങളിൽ നിറയ്ക്കട്ടെ. നിങ്ങൾ സഹിക്കുന്ന ഓരോ വേദനയിലും ആ കുരിശിലെ ഞാനുണ്ട്. ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. ഗാഗുൽത്തായിലെ ആ 3 കുരിശുകൾ മനുഷ്യരാശിയുടെ വിധി മാറ്റിക്കുറിച്ചു. നീ നിന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക. ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. എന്നെ ക്രൂശിച്ചവരോട് പോലും ഞാൻ ക്ഷമിച്ചു. നിനക്കും അതിന് സാധിക്കുമോ? ദാഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് വെള്ളത്തിനല്ല, നിങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. 50 നോമ്പ് കഴിയുമ്പോൾ നിങ്ങൾ പുതിയൊരു മനുഷ്യനാകണം. സ്നേഹവും കരുണയും നിറഞ്ഞ ഒരു ഹൃദയം ഉടലെടുക്കട്ടെ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഈ പ്രാർത്ഥന എന്നും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. ആ കുന്നിൻ മുകളിൽ ഞാൻ തനിച്ചായിരുന്നില്ല. ലോകത്തിൻ്റെ മുഴുവൻ വേദനയും എൻ്റെ ചുമലിലുണ്ടായിരുന്നു. വിശ്വാസം നിങ്ങളെ ജീവപ്പിക്കും. നോമ്പിലൂടെ നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ആഴമുള്ളതാക്കുക. എൻ്റെ രക്തം നിങ്ങൾക്കായി ചിന്തിയത് പുതിയൊരു ഉടമ്പടിയുടെ അടയാളമാണ്. അത് നിത്യജീവന്റെ വാഗ്ദാനമാണ്. ജീവിതത്തിലെ കഷ്ടതകൾ കണ്ട് തളരരുത്. ഗാഗുൽത്തായ്ക്ക് ശേഷം ഒരു പ്രഭാതമുണ്ട്. അത് ഉത്ഥാനത്തിന്റെ പ്രഭാതമാണ്. പ്രാർത്ഥന നിങ്ങളുടെ ആത്മാവിൻ്റെ ശ്വാസമാകട്ടെ. ഈ നോമ്പുകാലം പ്രാർത്ഥനയിൽ ചെലവഴിക്കുക. കുരിശ് തോൽവിയുടെ അടയാളമല്ല, അത് ലോകത്തെ കീഴടക്കിയ സ്നേഹത്തിൻ്റെ വിജയമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഇതാണ് ഞാൻ നൽകുന്ന വലിയ കൽപ്പന. നിങ്ങളുടെ ഹൃദയവാതിൽ ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ നോമ്പുകാലത്ത് അതെനിക്കായി തുറന്നു തരുമോ? അന്ന് ആ മലമുകളിൽ എനിക്കുണ്ടായ ഓരോ മുറിവും നിങ്ങളുടെ പേര് ചൊല്ലി ഏറ്റുവാങ്ങിയവയാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്നിലേക്ക് നോക്കുക. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. പരിത്യാഗത്തിൻ്റെ ഈ നാളുകൾ നിങ്ങളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കട്ടെ. നോമ്പ് ഒരു ആത്മീയ ശുദ്ധീകരണമാണ്. ലോകം നൽകുന്ന സമാധാനമല്ല ഞാൻ നൽകുന്നത്. എൻ്റെ സമാധാനം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഗാഗുൽത്തായിലെ ആ കുരിശ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. അവിടെ മരണത്തെ ഞാൻ സ്നേഹം കൊണ്ട് കീഴടക്കി. ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ നോമ്പുകാലം നിങ്ങൾക്ക് പ്രകാശമായി മാറട്ടെ.